എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായി തീനിലെ ആദ്യത്തെ പാഠഭാഗമാണ്. ഇക്കായി തീനിൽ 3 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻസാനിയത്ത് കി മിസാൽ, അത് സമാചാറാണ്. മൂർച്ചായ ഫൂൽ, കവിത. ദോ ബായ്, കഹാനി. എന്നീ 3 പാഠഭാഗങ്ങളാണ് ഇക്കായി തീനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇക്കായി തീനിലെ ആദ്യത്തെ പാഠഭാഗമാണ്. ഇൻസാനിയത്ത് കി മിസാൽ, സമാചാറാണത്. അപ്പോൾ പാഠഭാഗത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ തൊട്ട് മുമ്പായിട്ടൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആജ് ഫിർസെ തും ബുജാ ദീപക് ജലാവോ, അണഞ്ഞുപോയ ദീപം നിങ്ങൾ ഇന്ന് വീണ്ടും തെളിയിക്കൂ. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചിത്ര ഓർ കവിതാംശ് ക്യാ ബതാത്തെ ഹേം, ചിത്രവും കവിതയും എന്താണ് പറയുന്നത്? ചിത്രത്തിൽ ആരൊക്കെയാണ് കാണുന്നത്? ചിത്രമേ एक लड़का और लड़की है, पेड़ की एक डाली है. അല്ലേ, ചിത്രത്തിലാണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമുണ്ട്. പിന്നെന്താ, പേടിക്ക് एक डाली है, ഒരു മരത്തിൻ്റെ ചില്ലയുണ്ട്. ഡാലിമേ एक घोंसला और चिड़िया थे, ചില്ലയിൽ ഒരു കിളിക്കൂടും കിളിയും ഉണ്ടായിരുന്നു. घोंसला और चिड़िया नीचे गिर गई, കിളിക്കൂടും കിളിയും താഴെ വീണുപോയി. ലഡ്കിനെ ചിടിയാക്കോ ഹാത്തോമേ ഉഡാ ലിയാ ഹെ, പെൺകുട്ടി കിളിയെ കൈകളിൽ എടുത്തു വച്ചിരിക്കുന്നു. ലഡ്ക നീച്ചെ ഗിര ഘോസല പേട് പർ രക്കാ ദേത്താ ഹെ, ആൺകുട്ടി താഴെ വീണ കിളിക്കൂട് മരത്തിൽ വെച്ചു കൊടുക്കുന്നു. യഹാം ഉൻകി സഹാനുഭൂതി പ്രകട് ഹോത്തി ഹെ, ഇവിടെ അവരുടെ സഹാനുഭൂതിയാണ് പ്രകടമാക്കുന്നത്. ഇസ്കെ ദ്വാര ബച്ചെ ബുജാ ദീപക് ജലാത്തെ ഹെ, ഈ പ്രവൃത്തിയിലൂടെ കുട്ടികൾ അണഞ്ഞ് ദീപം തെളിയിക്കുന്നു. ഇൻസാനിയത്ത് കി മിസാൽ, മനുഷ്യത്വത്തിൻ്റെ മാതൃക. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക എന്നതാണ് നല്ലൊരു മനുഷ്യസ്നേഹിയുടെ കടമ. ദീനരും ദുഃഖിതരുമായ ആളുകളോട് സഹാനുഭൂതി ഉണ്ടാകണം. നാം പഠിക്കാൻ പോകുന്ന ഈ പാഠഭാഗം ഒരു പത്രവാർത്തയാണ്. ഉത്തരാഖണ്ഡിലുണ്ടായ വെള്ളപ്പൊക്കം ബദ്രിനാഥിലും നാശമുണ്ടാക്കി. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് വളരെ ഫേമസ് ആയ ഒരു ടെമ്പിൾ ഉണ്ട്. അവിടെ ഒരുപാട് തീർത്ഥാടകർ വരുന്ന സ്ഥലം കൂടിയാണ്. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് അന്ന് അവിടെ കുടുങ്ങിപ്പോയത്. ഈ പ്രളയത്തിൽ അകപ്പെട്ട ആളുകളെ സൈനികർ തങ്ങളുടെ ജീവനെക്കുറിച്ച് ചിന്തിക്കാതെ രക്ഷിച്ചു. ഇതിൽ ലക്നൌവിലെ രാജീവ് ശർമ്മയുടെയും രാജസ്ഥാനിലെ പാരീക്കിൻ്റെയും സഹാനുഭൂതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് വീട്ടിൽ പോകാനുള്ള അവസരം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കിട്ടിയിരുന്നു. എന്നാൽ ഇവർ അത് നിരസിച്ചു. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് ഇവർ സ്വന്തം അവസരം മറ്റ് അത്യാവശ്യക്കാർക്ക് നൽകി. ഇനി പാഠഭാഗത്തിലോട്ട് പോകാം. ബദ്രീനാഥ്, उत्तराखंड में 18 दिनों से फंसे लोगों की जान बचाने का काम खत्म हो चुका है. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 18 ദിനോം സെ, 18 ദിവസങ്ങളായിട്ട് ഫസേ ലോഗോം കി, കുടുങ്ങിക്കിടക്കുന്ന, ഫസ്ന കുടുങ്ങുക, കുടുങ്ങിക്കിടക്കുന്ന, ലോഗോം കി ജാൻ, ജനങ്ങളുടെ ജീവൻ, ബച്ചാനെ കാ കാം ഖതം ഹോ ചുക്കാ ഹെ, രക്ഷിക്കാനുള്ള ജോലി അവസാനിച്ചു. കൈ ലോഗോനെ അപ്നി ജാൻ ഹത്തേലി പർ രഖ്കർ യഹ് കാം കിയ, ഒരുപാട് ആളുകൾ, അത് അനേകം ആളുകൾ അപ്നി ജാൻ ഹത്തേലി പർ രഖ്കർ, സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായാണ് ഈ ജോലി ചെയ്തത്. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई. ഉത്തരാഖണ്ഡിലുണ്ടായ വെള്ളപ്പൊക്കം ബദ്രിനാഥിലും നാശമുണ്ടാക്കി. തബാഹി, നാശം. ഹസാരോം തീർത്ഥയാത്രി പൂരി തരഹ് ഫസ് ഗയേ ഥേ, ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ കുടുങ്ങിപ്പോയിരുന്നു. ഉൻഹേം ഹെലികോപ്റ്റർ കെ ജരിയെ ബാഹർ നിക്കാലാ ഗയാ, ഇവരെ ഹെലികോപ്റ്റർ മാർഗം പുറത്തെത്തിച്ചു. वहाँ लखनऊ के राजीव शर्मा और राजस्थान के पारिक को घर जाने की बारी कई दिन पहले आ गई थी. അവിടെ ലക്നൌവിലെ രാജീവ് ശർമ്മയ്ക്കും രാജസ്ഥാനിലെ പാരിക്കിനും വീട്ടിൽ പോകാനുള്ള അവസരം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കിട്ടിയിരുന്നു. ലക്കിൻ ഇൻഹോനെ ജാനെ സെ മനാ കർ ദിയ, എന്നാൽ ഇവർ പോകാനുള്ള അവസരം നിരസിച്ചു. औरों की तकलीफ देखकर इन्होंने अपना मौका दूसरों को, दूसरे ज़रूरतमंदों को दे दिया. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട്, തക്ലീഫ് ബുദ്ധിമുട്ട്,
ഇൻഹോനെ അപ്ന മൗക്ക ഇവർ അവരുടെ സ്വന്തം അവസരം, അപ്ന മൗക്ക സ്വന്തം അവസരം, മൗക്ക അവസരം, ദൂസരെ ജറൂറത്ത് മന്ദോക്കോ ദേദിയ മറ്റു അത്യാവശ്യക്കാർക്ക്, ജറൂറത്ത് മന്ദ് അത്യാവശ്യക്കാർക്ക് ദേദിയ കൊടുത്തു. ഇസ് ഘോർ പ്രളയമേ സബ് കുച്ച് ബഹ് ഗയ ഈ ഘോരമായ പ്രളയത്തിൽ എല്ലാം തന്നെ ഒഴുകിപ്പോയി. ലേക്കിൻ ഇൻസാനിയത്ത് രഹ് ഗയി എന്നാൽ മനുഷ്യത്വം അവശേഷിച്ചു. ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. യഹ് ചിത്ര ക്യാ ക്യാ ബതാ രഹാ ഹെ ഈ ചിത്രം എന്തൊക്കെയാണ് പറയുന്നത്? ഈ ചിത്രം നിങ്ങൾ നോക്കിയേ. യഹാ പ്രകൃതിക്ക് സൂഖേ കാ ചിത്രം ഹുവാ ഹെ ഇവിടെ പ്രകൃതിയിലെ വരൾച്ചയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മാനവ് പ്രകൃതി കാ ശോഷൺ കർ രഹേ ഹെ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാനവ് കെ ശോഷൺ കെ കാരണം പര്യാവरण തഥാ ജീവജന്തുവും കാ നാശ് ഹോ രഹാ ഹെ മനുഷ്യൻ്റെ ചൂഷണം കാരണം പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. पर्यावरण का नाश प्रकृति दुर्घटनाओं के कारण बनता है പരിസ്ഥിതിയുടെ നാശം പ്രകൃതി ദുരിതങ്ങൾക്ക് കാരണമാകുന്നു. इसलिए प्राकृतिक संस्थानों पर अनियंत्रित हस्तक्षेप से मानव दूर रहे അതുകൊണ്ട് പ്രകൃതി വിഭവങ്ങളിലുള്ള അനിയന്ത്രിതമായ കൈകടത്തൽ മനുഷ്യൻ ഒഴിവാക്കണം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സൈലാബ് ജैसे प्राकृतिक दुर्घटनाओं और इस दृश्य के बीच का संबंध क्या है വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും ഈ ദൃശ്യത്തിനും ഇടയിലുള്ള ബന്ധം എന്താണ്? ഉത്തർ മാനവ് പ്രകൃതി का शोषण कर रहे हैं इस अनियंत्रित हस्तक्षेप से पर्यावरण तथा जीव जंतुओं का नाश हो रहा है हमें प्रकृति का नाश न करें മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനിയന്ത്രിതമായ കൈകടത്തൽ കൊണ്ട് പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുന്നു. നമുക്ക് പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാം. അതിന് താഴെയായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ബോക്സിലായിട്ട് സന്ദേശ് വാക്യ ജോഡെ പോസ്റ്റർ കോ ഓർ സാർത്ഥക് ബനായേ ഇനി പോസ്റ്ററിന് ഒരു സന്ദേശവാക്യം ചേർക്കാം. മാരോന ഇസ് ധർത്തി കോ ജീനെ ദോ സബ് പ്രാണിക്കോ ഈ ഭൂമിയെ കൊല്ലരുത്, എല്ലാ പ്രാണികളെയും ജീവിക്കാൻ അനുവദിക്കൂ. യദി ചാഹത്തെ അപന കൽ തോ ബച്ചാവോ വർഷജൽ സ്വന്തം നാളെയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ മഴവെള്ളം സംരക്ഷിക്കൂ. ഇനി ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഈ പാഠഭാഗത്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരാഖണ്ഡ് മേ ക്യാ ഹുവ ഉത്തരാഖണ്ഡിൽ എന്ത് സംഭവിച്ചു? ഉത്തരാഖണ്ഡ് മേ സൈലാബ് ഹുവ ഉത്തരാഖണ്ഡിൽ വെള്ളപ്പൊക്കമുണ്ടായി. ഇൻസാനിയത്ത് രഹ് ഗയി ഇസ്സെ ക്യാ താത്പര്യ ഹേ ഇൻസാനിയത്ത് രഹ് ഗയി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? उत्तराखंड के प्रलय में फंसे हजारों लोगों को सैनिकों ने अपनी जान खतरे में डालकर बचाया. ഉത്തരാഖണ്ഡിലെ പ്രളയത്തിൽ അകപ്പെട്ട ആളുകളെ സൈനികർ തങ്ങളുടെ ജീവൻ കുറിച്ച് ചിന്തിക്കാതെ രക്ഷിച്ചു. പ്രളയം में सब कुछ बह गया लेकिन लोगों की इंसानियत रह गई. മഹാപ്രളയത്തിൽ എല്ലാം ഒഴുകിപ്പോയി, എന്നാൽ ആളുകളുടെ മനുഷ്യത്വം നിലനിന്നു. जान हथेली पर रखकर काम किया इसका क्या मतलब है? ജാൻ ഹത്തേലി പർ രഖ്കർ കാം കിയ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്നി ജാൻ കി പർവാഹ് നഹി കർന സ്വന്തം ജീവനെക്കുറിച്ച് ചിന്തിക്കാതെ. സൈലാബ് മേ ഫസെ ലോഗോं को कैसे बचाया വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട ആളുകളെ എങ്ങനെ രക്ഷിച്ചു? ഹെലികോപ്റ്റർ കെ ജരിയെ ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടു കൂടി. ഈ പാഠഭാഗത്തുനിന്നും വരുന്ന വേർഡ് മീനിങ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.